ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വമ്പന്മാർക്ക് സമനിലക്കുരുക്ക്. ഇന്ന് ആൻഫീൽഡിൽ നടന്ന മത്സരത്തിൽ ലിവർപൂളിനെ ഫുൾഹാം സമനിലയിൽ തളച്ചു. മത്സരത്തിൽ ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. മത്സരത്തിന്റെ 11-ാം മിനിറ്റിൽ ഫുൾഹാം ലിവർപൂളിനെ ഞെട്ടിച്ച് ലീഡെടുത്തു. ആൻഡ്രസ് പെരേരയാണ് ഗോൾ നേടിയത്. തുടർന്ന് 17-ാം മിനിറ്റിൽ ഡിഫൻഡർ റോബർട്ട്സൺ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായതോടെ ലിവർപൂൾ പ്രതിരോധത്തിലായി. എന്നാൽ 10 പേരുമായി തുടർന്ന് പോരാടിയ ലിവർപൂൾ രണ്ടാം പകുതി തുടങ്ങി 2 മിനിറ്റിനുള്ളിൽ മത്സരത്തിലൊപ്പമെത്തി. സ്ഥലം നൽകിയ ക്രോസ് ഒരു ഡൈവിംഗ് ഹെഡറിലൂടെ കോഡി ഗാക്പോ വലയിലെത്തിക്കുകയായിരുന്നു. എന്നാൽ 76-ാം മിനിറ്റിൽ റോഡ്രിഗോ മുനിസിന്റെ ഗോളിലൂടെ ഫുൾഹാം ലീഡ് തിരിച്ചു പിടിച്ചു. സ്കോർ 2-1. ഗോൾ തിരിച്ചടിക്കാനുള്ള ലിവർപൂളിന്റെ ശ്രമങ്ങൾ 86-ാം മിനിറ്റിൽ ഫലം കണ്ടു. ന്യൂനിയസിന്റെ അസിസ്റ്റിൽ ഡിയാഗോ ജോട്ട ലിവർപൂളിന്റെ സമനില ഗോൾ കണ്ടെത്തി. തുടർന്ന് 10 മിനിറ്റിലധികം കളി നീണ്ടെങ്കിലും ഇരു ടീമുകൾക്കും വിജയ ഗോൾ കണ്ടെത്താനായില്ല. ഈ സമനിലയോടെ ലിവർപൂൾ ലീഗിൽ 36 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. ഫുൾഹാം 24 പോയിന്റുമായി 9-ാം സ്ഥാനത്താണ്. മറ്റൊരു പോരാട്ടത്തിൽ ആഴ്സണൽ സമനിലയിൽ കുടുങ്ങി. ഇന്ന് സ്വന്തം മൈതാനത്ത് ആഴ്സണൽ എവർട്ടനോട് ഗോൾ രഹിത സമനില വഴങ്ങുകയായിരുന്നു. തുടർച്ചയായ 2-ാം മത്സരത്തിലാണ് ആഴ്സണൽ സമനില വഴങ്ങുന്നത്. മത്സരത്തിൽ 77% ബോൾ പൊസിഷൻ ഉണ്ടായിട്ടും എവർട്ടൺ പ്രതിരോധത്തെ ഭേദിക്കാൻ ആഴ്സണലിനായില്ല. ഈ സമനിലയോടെ ആഴ്സണൽ 30 പോയിന്റുമായി ലീഗിൽ 3-ാം സ്ഥാനത്ത് തുടരുകയാണ്. എവർട്ടൺ 15 പോയിന്റുമായി 15-ാം സ്ഥാനത്താണ്. അതേസമയം പ്രീമിയർ ലീഗിൽ ന്യൂകാസ്റ്റിൽ തകർപ്പൻ ജയം സ്വന്തമാക്കി. ന്യൂകാസ്റ്റിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ലെയ്സ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തി. ന്യൂകാസ്റ്റിലിനായി ജേക്കബ് മർഫി ഇരട്ട ഗോളുകൾ നേടി. ബ്രൂണോ വീംറസും അലക്സാണ്ടർ സാക്കും ഓരോ ഗോൾ വീതവും നേടി. നിസ്റ്റൽ റൂയ്ക്ക് കീഴിൽ ലെയ്സ്റ്റർ സിറ്റി വഴങ്ങുന്ന ആദ്യ പരാജയമാണിത്. മറ്റൊരു മത്സരത്തിൽ ഇപ്സ്വിച്ച് ടൗൺ 1-2 ഗോളുകൾക്ക് വോൾസിനെ പരാജയപ്പെടുത്തി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.